Good morning, all. Good morning, Miss. Good morning, Miss. Yes, കഴിഞ്ഞ ദിവസങ്ങൾക്ക് വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഇവിടം വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. ഉദ്ദേശങ്ങളൊന്നുമില്ല. തേർഡ് പോയിന്റ് കവർ ചെയ്തു അല്ലെ? ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രോവേഷൻ അല്ലേ? നമുക്കറിയാം വ്യത്യസ്ത ബിഹേവിയർ ഉള്ള എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ ഉള്ളത്. സോ ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലാണ് എങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു ചട്ടക്കൂടിനുള്ളില് ഓരോ എംപ്ലോയീസിനെ നമ്മൾ കണ്ടറിഞ്ഞ അല്ലെ? മാനേജേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാക്കി തന്നെ പോസ്റ്റ് ചെയ്യണം അല്ലെ? ഓരോരുത്തർക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവുകൾ ഉണ്ട് അല്ലെ? അങ്ങനെ ബിഹേവിയറൽ ആയിട്ടുള്ള നേച്ചറും കൂടി മനസ്സിലാക്കി തന്നെ ഓരോ എംപ്ലോയീസിനെ ജോബില് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ജോബിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സോ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചർ അല്ലെ? അത് കണ്ടെത്തുന്നതിന് വ്യത്യസ്ത രീതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അവരെ വ്യത്യസ്ത ജോബുകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഓരോ ചിലപ്പോണെങ്കിൽ നമുക്കറിയാം ജോലിയൊക്കെ സെയിം ആണെങ്കിൽ ചില മേൽനോട്ട നടപടികൾക്ക് അല്ലെങ്കിൽ ചില മീറ്റിംഗ് ഡിസിഷൻ എടുക്കാനുള്ള പവർ അല്ലെ? അങ്ങനെ ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ചിലരെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുമ്പോൾ ചില പ്രത്യേകമായിട്ടുള്ള ബിഹേവിയർ നേച്ചറും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങളിലേക്ക് അവരെ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നോക്കാം. എന്താണ്? ടോളറൻസ് അല്ലെ? ടോളറൻസ് ആൻഡ് ആംബിഗ്വിറ്റി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? ടോളറൻസ് ആൻഡ് ആംബിഗ്വിറ്റി അല്ലെ? അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, എല്ലാവരും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഓരോ എംപ്ലോയീസിനെയും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസും വ്യത്യസ്ത നേച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ഇവിടെ ഏറ്റവും മേലുദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അതായത് അവർക്ക് ചില ലീഡർഷിപ്പ് അല്ലെ? ചില കാര്യങ്ങളൊന്നും അറിവില്ലെങ്കിലും പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ചില പുതുമ നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന്. സോ അതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നൊന്നും വരില്ല പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ അല്ലെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഡയറക്ടേഴ്സ് മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള പൊസിഷനിലുള്ള ജോബ് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ അവർക്ക് കൊടുക്കണം അല്ലെ? ഓരോ എംപ്ലോയിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് അവരെ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് നടപടികളിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ നേച്ചർ ഗ്രഹിക്കുന്ന ഒരു രീതിയാണ് ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി. അതായത് അവ്യക്തത, അസഹിഷ്ണുത. നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല എങ്കിലും ചില കാര്യങ്ങളുടെ ബേസിൽ ഒരു ഊഹാപോഹത്തിന്റെ ബേസിലൊക്കെ ചില ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ചിട്ട് നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ശേഷിയുള്ള എംപ്ലോയീസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കരുത്തുറ്റ എംപ്ലോയീസിനെ ആയിരിക്കണം തീർച്ചയായിട്ടും നമുക്കറിയാം ടോപ്പ് ലെവലിൽ അല്ലെ? മാനേജേഴ്സ് ഡയറക്ടേഴ്സ് എന്നൊക്കെ ഉള്ള ലെവലിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ബേസിക് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കും. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടോ എന്ന് കൂടി ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. This personality trait indicates the level of indifference indefinite is that people can endure without experiencing undue stress and can still function effectively. Okay,
പുതിയ കുറച്ച് പേരുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി പോകുമ്പോൾ എക്സാമ്പിൾ വഴി ഞാൻ അതാണ് ആദ്യം എക്സാമ്പിൾ അങ്ങനെ അല്ലെ പറഞ്ഞു തുടങ്ങിയത്. ഓക്കെ, മനസ്സിലാക്കി പോവുക. അതായത് നമുക്കറിയാം എന്താണ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് ആൻഡ് ടു സ്ട്രെസ് ആൻഡ് ക്യാൻ സ്റ്റിൽ ഫങ്ഷൻ എഫക്റ്റീവ്. നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതായത് പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഒന്നും കിട്ടി പരിചയമില്ല. സോ അത് ഒരു കൃത്യമായിട്ടുള്ള അല്ലെ നമുക്കറിയാം ഇവാലുവേഷന് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ അത് ഫലപ്രദമാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ടെൻഷൻ നിറഞ്ഞ കാര്യമാണ്. സോ അങ്ങനെയുള്ള ടൈമുകളിലൊക്കെ തീർച്ചയായിട്ടും ചില എംപ്ലോയീസ് ഒക്കെ ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ടുള്ള മനോഭാവം കാണിക്കും. പേഴ്സണാലിറ്റി ട്രേറ്റ് ഇൻഡിക്കേറ്റ്സ് ഈ ഒരു സ്വഭാവം കാണിക്കുന്നത് എന്താണ്? ദ ലെവൽ ഓഫ് ഇൻഡെഫിനിറ്റീസ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നുമില്ല. That people can enter without experience and to stress and can still function effectively. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസും ഇല്ല, മതിയായ ഇൻഫോർമേഷൻസും ഒന്നുമില്ല, അത് തന്നെ അവര് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റം കാണിക്കുന്ന എംപ്ലോയീസ്. ഓക്കെ, ചില എംപ്ലോയീസിനോട് നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയുമ്പോൾ ചില എംപ്ലോയീസ് അല്ലേ അത് പറ്റില്ല എന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. നമുക്ക് വലിയ പരിചയമില്ല, സോറി സാർ എന്നെ കൊണ്ട് പറ്റില്ല അല്ലെ. അതേസമയം ചിലർ ശ്രമിക്കാം സാർ, ഇത് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഫലം കിട്ടും അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന എംപ്ലോയീസും ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്നവരെ മാത്രമാണ് അല്ലെ ഈ ഒരു അസഹിഷ്ണുമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും എക്സ്പീരിയൻസും ഒന്നും ഇല്ലാതെ തന്നെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്വഭാവക്കാര് അത് കണ്ടെത്തുന്നില്ല. അവിടെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിസ്ക് ഏറ്റെടുക്കാൻ ഒക്കെയാണ്. മാനേജേഴ്സ് ഹാവ് ടു വർക്ക് വെൽ അണ്ടർ കണ്ടീഷൻസ് ഓഫ് extreme uncertainty and insufficient information, especially when things are rapidly changing in the organization's external environment. തീർച്ചയായിട്ടും നമുക്കറിയാം ബാഹ്യമായിട്ടുള്ള അല്ലെ പുതുമ നിറഞ്ഞ കാര്യങ്ങളും ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഈ ഓർഗനൈസേഷനോടനുസരിച്ചിട്ട് ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടത് വരും. നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനോട് പൊരുത്തപ്പെട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടില്ല അല്ലെ. പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ്. സോ ഇൻഫോർമേഷൻസ് ഒന്നും മതിയായ രീതിയിൽ അല്ലെ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും ലഭ്യമാകുന്നത്. പക്ഷെ അങ്ങനത്തെ കേസുകളിലും ആര് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും? മാനേജേഴ്സ് മസ്റ്റ് ആയിട്ടും ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ തീരുമാനമെടുത്ത് ആ ഒരു മതിയായ അറിവില്ല എങ്കിലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിലും ജസ്റ്റ് കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോ ഇൻ കേസ് ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് നോക്കുകയാണെങ്കിൽ അല്ലെ ആരാണ് ഇത്തരത്തില് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച് വരുന്ന സിറ്റുവേഷൻസിലും തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്? മാനേജേഴ്സ്. സോ മാനേജേഴ്സിന് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. രണ്ടുപേരില്ലേ? ശരിയല്ലേ? ആണോ? അപ്പൊ മാനേജേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി അത് മനസ്സിലാക്കണം. അതായത് എന്താണ് മതിയായ രീതിയിലുള്ള എക്സ്പീരിയൻസോ ഇൻഫോർമേഷൻസോ ഇല്ലാതെ തന്നെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശേഷിയുള്ള വ്യക്തിത്വമായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാലോ. Managers who have a low forbearance for vagueness may be effective when things are rapidly changing and much information about the future turn of events is not available. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം? നമ്മൾ ഈ ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്കറിയാം അവിടെയുള്ള തൊഴിലാളികളൊക്കെ ഒരു പക്ഷെ നമുക്കറിയാം അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. സോ ഇത് ഇംപ്ലിമെന്റ് നമ്മൾ ഇത്രയും ഫണ്ട് ഇറക്കി ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, മറ്റു അല്ലെ ഇതേപോലെയുള്ള സ്ഥാപനത്തിനോട് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ അവിടെയുള്ള വർക്കേഴ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ അതിനോടൊപ്പം ചലിക്കുമോ എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ മാനേജേഴ്സ് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് സോ ആ ഒരു മെഷീൻ കൈകാര്യം ചെയ്യാനായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയി ഒക്കെ ആക്കി എടുക്കുന്നു. തന്നെ റിസൾട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ മതിയായ ഇൻഫോർമേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പവറുള്ള എംപ്ലോയീസ്
തീർച്ചയായിട്ടും അവരെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? ടോളറൻസ് ഓർ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. Okay, thus the tolerance for vagueness is a personality dimension necessary for managed success. Okay, മാനേജ്മെന്റ് ഒക്കെ വിജയപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ശേഷിയുള്ള എംപ്ലോയീസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ. നിങ്ങൾ പെട്ടെന്ന് അല്ലെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവാതെ ഇരിക്കരുത്. ചെറിയൊരു നോട്ടൊക്കെ അവന്റെ രീതിയിൽ തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഇതാണ് ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, നോക്കിയോ? കിട്ടിയോ? ടോളറൻസ് ഫോർ വാഗ്നസ്, ഇതൊക്കെ വേർഡുകളൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അവ്യക്തതയോടുകൂടിയുള്ള സഹിഷ്ണുത, അല്ലെ? അവ്യക്തമാണ് എല്ലാവരും, പക്ഷെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള എബിലിറ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. സെൽഫ് എക്സ്ട്രീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ഇതിലേക്ക് പോകാലോ. സെൽഫ് എക്സ്ട്രീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. ഓക്കെ, നമുക്കറിയാം സെൽഫ് എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ആത്മാഭിമാനം, അല്ലെ? സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മസങ്കല്പം. അത് എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്? നോക്കാം. സെൽഫ് എസ്റ്റീം denotes the extent to which individual consistently regard themselves as capable, successful, important and worthy individuals. ഓക്കെ, ചില എംപ്ലോയീസ് ആണെങ്കിൽ അവര് എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്കറിയാം അവര് ആത്മാഭിമാനത്തിന്റെ പേരിൽ എന്തെങ്കിലും എത്ര റിസ്ക് ആണെങ്കിലും അത് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മോശം, അല്ലെ, അവർക്ക് ചെയ്യാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഒന്ന് കേൾക്കാനുള്ള മനോഭാവം അവരുടെ മേഖലയില്ല. സോ അങ്ങനെയുള്ള എംപ്ലോയീസ് തീർച്ചയായിട്ടും നമുക്കറിയാം കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണെങ്കിലും അവരെ എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഇല്ലേ? ആത്മാഭിമാനമുള്ളവരെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കില്ലേ? ശ്രമിക്കോ? അല്ലെ? കേപ്പബിൾ, സക്സസ്ഫുൾ, ഇമ്പോർട്ടന്റ് ആൻഡ് വർത്തി ഇൻഡിവിജ്വൽസ്, അല്ലെ? അങ്ങനെയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകൾ അത് എങ്ങനെയെങ്കിലും വിജയപ്രദമാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്, അല്ലെ? സെൽഫ് എസ്റ്റീം denotes the extent to which individual consistency they can, അല്ലെ? അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ എങ്ങനെയെങ്കിലും വിജയത്തിൽ എത്തിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. സെൽഫ് എസ്റ്റീം ഈസ് ഇമ്പോർട്ടന്റ് ടു സെൽഫ് കൺസെപ്റ്റ്. ഈ സെൽഫ് കൺസെപ്റ്റിനേക്ക് നോക്കുകയാണെങ്കിൽ സെൽഫ് എസ്റ്റീം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ആത്മാഭിമാനവും ആത്മസങ്കല്പത്തിലേക്ക് വരുന്നു എന്ന് പറയാൻ കാരണം നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും അവർ ചെയ്ത് തീർക്കണമെന്നുണ്ട്, അല്ലെ? അപ്പൊ അവര് സങ്കല്പത്തോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെ, അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടും. നമുക്ക് ഇത്ര റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് എന്താ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടും. അങ്ങനെ പല പല സെൽഫ് കൺസെപ്റ്റിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ. That is the way individuals define themselves as to who they are and to derive their sense of identity. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്, അല്ലെ? അത് തുടർന്നും കൊണ്ടുപോകാനായിട്ട് തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ആ ഒരു ആത്മാഭിമാനം വിട്ടു പോകാനായിട്ട്, ആത്മാഭിമാനം വിട്ടുപോകാനായിട്ട് അവർ ശ്രമിക്കില്ല, അല്ലെ? എപ്പോഴും തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ആത്മാഭിമാനം ഉള്ളവര് തീർച്ചയായിട്ടും ആത്മസങ്കല്പത്തോട് കൂടിയിട്ട് എപ്പോഴും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ലൊരു പേര്, അല്ലെ, ആ ഇമേജ് അത് നിലനിർത്തി കൊണ്ടുപോകണമെന്നും
ഓർഗനൈസേഷനെ നല്ല വിജയത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവര്. ഹൈ സെൽഫ് എസ്റ്റീം provide a high sense of self-concept. High self-concept in turn reinforce high self-esteem. Okay, നമുക്കറിയാം ഇത് രണ്ടും ഒന്ന് വെച്ച് കൂടിച്ചേരുന്നതാണ് അല്ലെ. നമ്മുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. സോ ആത്മാഭിമാനമുള്ളവർ തന്നെ എപ്പോഴും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു എററും വരുത്താതെ മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. Thus, the two are mutually strengthening. Individuals high in self-esteem will try to take on more challenging assignments and be successful. Okay, നമുക്കറിയാം ഇവിടെ തുടർന്ന് പറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കുറെ വെല്ലുവിളി നിറഞ്ഞ വർക്കുകൾ ഏൽപ്പിച്ചു കൊടുത്താലും തീർച്ചയായിട്ടും അവർ എങ്ങനെയെങ്കിലും അല്ലെ, ചിലപ്പോൾ രാത്രി ഉറക്കൊളിച്ചെടുക്കും, കൂടുതൽ നേരം ഓഫീസിലൊക്കെ സ്പെൻഡ് ചെയ്താണെങ്കിലും അവരെന്താണ് അതിന്റെ വർക്കൗട്ടിൽ തന്നെ മുഴുകിയിരിക്കും. കാരണം റിസൾട്ട് എങ്ങനെയെങ്കിലും എത്തിക്കണം, എനിക്ക് പേര് നിലനിർത്തി തന്നെ കൊണ്ടുപോകണം, ഞാൻ റിസ്ക് എടുത്താലും വിജയിപ്പിച്ച് മാത്രം മുന്നേറുന്ന ആളാണ് പരാജയം എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള ഒരു മനോഭാവം പുലർത്തി കൊണ്ടുപോകുന്ന ഒരു ആത്മാഭിമാനിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകൾ ഏൽപ്പിച്ചു കൊടുത്താലും അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. സോ ചില എംപ്ലോയീസിനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ആത്മാഭിമാനമുള്ള എംപ്ലോയീസ് ആയിരിക്കും. അവയൊക്കെ നമുക്കറിയാം ഇത്തിരി ചലഞ്ചിങ് നിറഞ്ഞ വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും. Thus, enhancing their self-concept, that is, they would tend to define themselves as highly valuable and valued individuals in the organization system. Okay, organization system ഇത് പ്രധാനപ്പെട്ട കാര്യമല്ലേ ആണോ? ഏതൊരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ നല്ലതല്ലേ. കാരണം അവരെ ചലഞ്ച് നിറഞ്ഞ വർക്കുകൾ ഏൽപ്പിച്ചെടുത്താലും റിസ്ക് എടുത്താണെങ്കിലും അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. ഒരു ആത്മാഭിമാനത്തിന് അവർക്ക് ഒരു ദോഷം വരുത്തുന്നു മുന്നോട്ട് അല്ലെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സോ അവരെന്ത് ചെയ്യും, എത്ര റിസ്ക് വന്ന കാര്യങ്ങളും ഏറ്റെടുക്കും. അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. The higher the self-concept and the self-esteem, the greater will be their contribution to the goal of the organization, especially when the system rewards them for their contribution. Okay, higher ആയിട്ടുള്ള ഈ concept and self-esteem, the greater will be their contribution to their goals of the organization. Okay, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവർ നല്ല രീതിയിൽ തന്നെ സംഭാവന ചെയ്യും. കാരണം നല്ല രീതിയിൽ തന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്യും. എങ്ങനെയുള്ളവരെ, ഹൈ സെൽഫ് എസ്റ്റീം ഒക്കെ ഉള്ളവര് അല്ലേ ആണോ? അല്ലെ, ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവര് ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ. ഹാർഡ് വർക്ക് ചെയ്യും. കാരണം എന്താണ്? അവർക്ക് ആത്മാഭിമാനം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അവർക്ക് ഒരു തരത്തിലും എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് അത് കേൾക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവരാണ്. സോ തീർച്ചയായിട്ടും പറയാണ് ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവര്, ഹൈ സെൽഫ് കൺസെപ്റ്റ് ഒക്കെ ഉള്ളവര് തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തന്നെ സംഭാവന ചെയ്യും. Then especially when the system reward them for their contribution. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അതിനിടയ്ക്ക് അവർക്ക് ചെറിയൊരു എന്താണ് റിവാർഡ്സും കാര്യങ്ങളും അല്ലെ. എല്ലാവരുടെ ഇടയിലൊക്കെ ഒരു നന്നായിട്ട് ഈ പ്രൊജക്ട് വിജയിപ്പിക്കാൻ അവർ ഹാർഡ് വർക്ക് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരെ കൺസെപ്റ്റിൽ അതൊക്കെയുണ്ട്. നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരു അപ്രീസിയേഷൻ കിട്ടും, ഒരു ആദരവ് കിട്ടും, റിവാർഡ് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു മനോഭാവം അവരുടെ മൈൻഡിലുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് അവര് രാത്രിയിലും അല്ലെങ്കിൽ കൂടുതൽ സമയമൊക്കെ ഓഫീസിലൊക്കെ ചെലവഴിച്ച് വർക്കുകൾ ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെല്ലുവിളി നിറഞ്ഞ വർക്കുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റെടുക്കാനായിട്ടും അവിടെ മതിയായ പൈസ. ഓക്കെ, അപ്പൊ അവർക്ക് ചെറിയ രീതിയിലുള്ള റിവാർഡും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചും ഗുണമുണ്ട്, എംപ്ലോയീസിനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനം അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു. ഓക്കെയല്ലേ? ഓക്കെയാണോ? സെൽഫ് എക്സ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്താണ് പറയുന്നത്? ഹയർ ദ സെൽഫ് കൺസെപ്റ്റ് ആൻഡ് സെൽഫ് എക്സ്റ്റീം, ഗ്രേറ്റർ വിൽ ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ ഗോൾസ് അല്ലെ. ഒരുപാട് അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ പങ്ക് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ചിലപ്പോ ചില പേഷ്യൻസ് ഭയങ്കര റിസ്ക് പിടിച്ച പേഷ്യൻസ് ഒക്കെ വരാം. ഓക്കെ, ചില നഴ്സുമാർക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറ്റാതെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർ പക്ഷെ
നമ്മളെ അത് മാനേജ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ തന്നെ അത് റിസ്ക് എടുത്ത് പോകാനായിട്ട് അല്ലെ. അവരെ സംബന്ധിച്ച് ചിലപ്പോ വേണമെങ്കിൽ ചില എംപ്ലോയീസിനെ, ചില നഴ്സുമാര് തീർച്ചയായിട്ടും സൂപ്പർവൈസേഴ്സിനെ മനസ്സിലാവും. അവര് ചിലപ്പോ അല്ലെ എന്ത് വന്നാലും അവര് ചെയ്തു പോകും. കാരണം അവരുടെ ആത്മാഭിമാനത്തിന് അംഗവരുത്താത്ത രീതിയിൽ തന്നെയാണ് അവർ മുന്നേറുന്നത്. ഓക്കെ, നമ്മളെ നഴ്സുമാരുടെ ഡ്യൂട്ടി മാത്രമല്ല കേട്ടോ, ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഏത് അക്കൗണ്ട് സെക്ഷനിൽ അല്ലെ, അവിടെ നമുക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കഴിവുറ്റവരെ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചലഞ്ചിങ് എടുത്ത് അല്ലെ, അതില് പറ്റിയില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് മനോഭാവമുള്ള എംപ്ലോയീസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എംപ്ലോയീസിനെ ഏൽപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും എന്താണ് അവരുടെ ഹെഡായിട്ടുള്ള അവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. കാരണം അവർ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ആ പ്രോബ്ലംസ് എന്താണ് എറർ സംഭവിച്ചത് അല്ലെ, എന്തുകൊണ്ട് ബാലൻസ് ഷീറ്റ് ടാലി ആയില്ല, സോ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് അവർ ഉറപ്പൊഴിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കും. സോ അവര് ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാവരും മുമ്പിൽ ഒരു അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കും. സോ അതാണ് അവരുടെ ഏറ്റവും കൂടുതൽ അല്ലെ ഏറ്റവും കൂടുതലായിട്ടുള്ള ബെനിഫിഷ്യൽ. അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ അംഗീകാരമൊക്കെ ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്മള് 2 പോയിന്റ്സ് കണ്ടു. ഒന്നാമതായിട്ട് കണ്ടത് ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി. ആ വ്യക്തിത്വം നിറഞ്ഞ ഇൻഫോർമേഷൻസ്, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് നടപ്പാക്കാനായിട്ട് ശേഷിയുള്ള ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സിന്റെ പോസ്റ്റിനൊക്കെ എങ്ങനെയുള്ള എംപ്ലോയീസ് ആണ്. സെൽഫ് എക്സ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ്, കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ വർക്കുകളൊക്കെ ഏറ്റെടുക്കാൻ ശേഷിയുള്ളവർ. അത് സെൽഫ് എസ്റ്റീം, ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള എംപ്ലോയീസ് ഒക്കെ അത്രയും വെല്ലുവിളി നിറഞ്ഞ വർക്കുകളൊക്കെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു നോക്കേണ്ടതോ നോട്ട് ചെയ്യേണ്ടതുണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്തതില്ലേ, അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് കാറ്റഗറിയിൽ ഉള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത് നോക്കാം. അതോറിറ്റേറിയനിസം ആൻഡ് ഡോഗ്മാറ്റിസം. എന്താണ് അതോറിറ്റേറിയനിസം ആൻഡ് ഡോഗ്മാറ്റിസം? ഓക്കെ, നമുക്കറിയാം അവിടെ അധികാരത്തിനോട് അല്ലെ, അധികാരികൾ പറയുന്നത് അനുസരിക്കാനായിട്ട് സാധിക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. ചിലപ്പോ അവരെ അല്ലെ അവരോട് റിയാക്ട് ചെയ്ത് പ്രതികരിക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവും. നമ്മൾ ഒരു സ്ഥാപനത്തെ നോക്കിക്കഴിഞ്ഞാൽ ബോസ് എന്താ പറയുന്നത് അത് അതേപടി, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതേപടി അനുസരിക്കുന്ന എംപ്ലോയീസിനെയും കാണാം. ചിലപ്പോ ബോസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എംപ്ലോയീസിനെയും കാണാം. കാണാൻ സാധിക്കില്ലേ? മേലധികാരികളെ പൂർണ്ണമായിട്ടും അല്ലെ അനുസരിക്കുന്ന ഒരു മനോഭാവമുള്ള എംപ്ലോയീസ് ഉണ്ടാവും, അല്ലാത്ത എംപ്ലോയീസ് ആണ്. സോ അങ്ങനെയുള്ളവരെയാണ് ഇവിടെ തീർച്ചയായിട്ടും വേർതിരിച്ചിരിക്കുന്നത് അതോറിറ്റേറിയനിസം ആൻഡ് ഡോഗ്മാറ്റിസം. ഓക്കെ, അതോറിറ്റേറിയനിസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ അനുസരണയുള്ളവർ, ഒബീഡിയൻസ്, അനുസരണയുള്ളവരാണ്. Is the extent to which an individual believes that power and status differences are appropriate within hierarchical social systems like that organization. ഓക്കെ, നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും അവിടെ മേലധികാരികളുണ്ട്. അപ്പൊ നഴ്സിംഗ് എന്നുള്ള ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഡയറക്ടേഴ്സ് ഉണ്ട്, സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സ്, അങ്ങനെ കുറെ ഹൈറാർക്കി സിസ്റ്റം ഉണ്ട്, നമ്മൾ പഠിച്ചു പോയതാണ്. സോ അത് നമുക്കറിയാം അവരുടെ മേലധികാരികൾക്ക് തൊട്ട് കീഴിലുള്ള എംപ്ലോയീസ് അവർ പറയുന്നത് കൃത്യമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? ശരിയല്ലേ? ഇങ്ങനെയല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ അത് തന്നെ പറയുന്നത് ഇൻഡിവിജ്വൽ ബിലീവ്സ് ദാറ്റ് പവർ ആൻഡ് സ്റ്റാറ്റസ് ഡിഫറൻസസ് ആർ അപ്രോപ്രിയേറ്റഡ് ഇൻ ഹൈറാർക്കിയൽ സോഷ്യൽ സിസ്റ്റംസ് ലൈക്ക് ഓർഗനൈസേഷൻ. അല്ലെ, ഏതൊരു ഓർഗനൈസേഷനിലും പോലെ അവിടെ ഒരു ഹൈറാർക്കിയിൽ ഉണ്ട് അല്ലെ, ടോപ്പ് ലെവൽ ടു ലോവർ ലെവലിൽ എന്നുള്ള രീതിയിലുള്ള ഒരു പവർ അല്ലെ, അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏതൊരു സ്ഥാപനത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. For example, an employee who is a highly authoritarian may unquestioningly accept directives or orders from his supervisor with more severity.
അതായത് ഇവിടെ കൃത്യമായിട്ട് പറയാതെ ഹൈ അതോറിറ്റേറിയൻ അല്ലെ, നന്നായിട്ട് നല്ല രീതിയിൽ അധികാരിത്വം അതിനെ മതിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് എങ്കിൽ അൺക്വസ്റ്റ്യനിംഗ്ലി അക്സെപ്റ്റ് അല്ലെ, അവര് പറയുന്ന കാര്യത്തിനോട് നേരെ എന്തെങ്കിലും ഒരു ചോദ്യം അല്ലെ, എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യമൊന്നുമില്ല. എന്താണോ ഡയറക്ഷൻ തന്നിരിക്കുന്നത് അത് അതേപടി സുപ്പീരിയർ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് എന്താണോ അവർക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് അത് അതേപടി അനുസരിച്ച് പോകുന്നവരാണ്. എങ്ങനെയുള്ളവര്? ഹൈ അതോറിറ്റേറിയൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഹൈ അതോറിറ്റേറിയൻ ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥരെ പറയുന്നത് അതേപടി അനുസരിക്കുന്നവരാണ്. A person who is not a highly authoritarian may agree to carry out appropriate and reasonable directives from his post, but is also likely to raise questions, express a discord, or even refuse to carry out the request if they are for some reasons objectionable. തീർച്ചയായിട്ടും നമുക്കറിയാം, ചിലപ്പോ അവർക്ക് എഗ്രി ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല എങ്കിൽ കൂടി അവിടെ ഒരു റിക്വസ്റ്റ് ആയിട്ടായിരിക്കും, അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടല്ല മേലധികാരികൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ. എങ്കിൽ കൂടി തീർച്ചയായിട്ടും നമുക്കറിയാം ചില അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ ഒരു റിക്വസ്റ്റ് രൂപേണ ആയിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ കൺട്രോളിംഗ് പവർ ഉള്ള എംപ്ലോയീസ് ആണ് എങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും സൂപ്പർവൈസേഴ്സിനൊക്കെ കൺട്രോളിംഗ് പവർ വേണ്ടതാണ്. ഇങ്ങനെ ഒരു ചെറിയ റിക്വസ്റ്റോട് കൂടിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക എന്നല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എംപ്ലോയി ആവരുത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ചില മേഖലകളിൽ അല്ലെ, നമ്മൾ ഹോസ്പിറ്റലാണെങ്കിൽ ചിലതിലൊക്കെ മസ്റ്റായിട്ട് ഇങ്ങനെ ബോസ് പറയുന്നത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കീഴ്വഴക്കമുള്ള എംപ്ലോയീസ് ആവശ്യം. അതോറിറ്റേറിയനിസം ഓർത്ത് വയ്ക്കുക. ഹൈലി അതോറിറ്റേറിയൻ ആണ് എങ്കിൽ അൺക്വസ്റ്റനിംഗ്ലി accepted directives. Okay, clear അല്ലേ? ഡോഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് അല്ലെ കുറച്ച് അതിന്റെ വ്യവസായത്തിലുള്ള കാര്യമാണ്. is the stiffness of a person's belief and his or her openness to other viewpoints. അവരുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും അത് സെൽഫായിട്ട് അല്ലെ, അവര് എപ്പോഴും അതിൽ വാശി പിടിക്കുന്നവരാണ് അല്ലെ. ഇസ് ദ സ്റ്റിഫ്നെസ്, വാശി പിടിക്കുന്ന പേഴ്സൺസ് ആണ്. കാരണം അവരുടെ വിശ്വാസമൊക്കെ കറക്റ്റ് ആണ്. അങ്ങനെയുള്ള എംപ്ലോയീസിനെയും കാണാം. അവരോട് പറയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഈ രീതി ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ്, ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും അത് ചെയ്യില്ല. ചില എംപ്ലോയീസ് അങ്ങനെയാണ് അല്ലെ, ഞാൻ ചെയ്യുന്നതാണ് ശരി. അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ അല്ലെ? നമ്മൾ ഏത് സ്ഥാപനങ്ങളിൽ ചെന്നാലും അങ്ങനെയുള്ളവരെ ചിലരെ അങ്ങനെയല്ല, പറയുന്നതനുസരിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കൂ, ഒന്നും കൂടി ശ്രദ്ധിച്ചൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള എംപ്ലോയീസ് ആണ്. പക്ഷെ ഈ ഡോഗ്മാറ്റിസം ഉള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് അവരുടെ ബിലീവ്സ് അതാണ് കറക്റ്റ്, അതിനപ്പുറം വേറെ ഒരു ശരിയും ഇല്ല അല്ലെ. അത് ഓപ്പൺനെസ് അല്ലെ, അവരുടെ ആ വ്യൂ പോയിന്റ്സ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള എംപ്ലോയീസ് ആണ്. The popular terms close-minded and open-minded define people who are more and less dogmatic in their beliefs. Okay, ഇപ്പൊ രണ്ട് കൂട്ടരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കൂട്ടര് നമുക്കറിയാം എന്താണ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാതെ ക്ലോസ് മൈൻഡ് ആയിരിക്കും അല്ലെ. ഒരു തരത്തിലും അവര് എന്താണ് അവരുടെ മനസ്സ് ശരിയല്ല എന്ന് അവരുടെ മനസ്സിൽ ഒരു ഉറപ്പായിട്ടും കീപ്പ് ചെയ്യുന്നവരാണ്. ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള അനുമാനത്തിൽ പോകുന്നവരാണ് ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ്. അതേസമയം ഓപ്പൺ മൈൻഡുള്ള എംപ്ലോയീസും ഉണ്ട്. മറ്റുള്ളവർ പറയുമ്പോൾ അതിനൊന്ന് ശ്രമിച്ചെങ്കിലും നോക്കാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കാനായിട്ടുള്ള മനോഭാവമുള്ള എംപ്ലോയീസ്. For example, a manager may be unwilling to listen to new ideas for doing something more effectively. Efficiently. Okay, മാനേജർ എന്താണ് പുതിയ ഐഡിയാസ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ അല്ലെ, ഫലപ്രദമാക്കുക എന്ന് നോക്കാനായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ചിലർ ആക്സെപ്റ്റ് ചെയ്യും, ചിലർ റിജക്ട് ചെയ്യും അല്ലെ. He is said to a person who is a close-minded or highly dogmatic. A manager in the same circumstance who is a very receptive to hearing about and trying out new ideas might be seen as a more open-minded or less dogmatic.
ഓക്കെ, മാനേജർ എങ്ങനെ പറയുമ്പോഴും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസും ഉണ്ടാവും, ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസും ഉണ്ടാവും. സോ ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്താണ്, അവരൊരിക്കലും അതൊന്നും ആക്സെപ്റ്റ് ചെയ്ത് നോക്കില്ല അല്ലെ, നോട്ട് ആക്സെപ്റ്റ്. അതേസമയം ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവരെന്താണ് അതൊന്ന് ശ്രമിച്ചു നോക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്, പരിശ്രമിക്കും എന്നുള്ളതാണ്. Okay, then dogmatism can be either advantageous or harmful to an organization, but it gives the degree of a change of a chance in the nature of an organization and their environment. Individuals who are not dogmatic are most likely to be useful and productive organization members. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഡോഗ്മാറ്റിസം ഉള്ളവരെ ഈ രീതി മാത്രം ഫോളോ ചെയ്ത് പോകുന്ന എംപ്ലോയീസ് മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസ്ക് ആണ് അല്ലെ. അതേസമയം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. അല്ലാതെ എന്റെ ശരി, ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ള മനോഭാവം വെച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുമ്പോഴും ചിലവരോട് പുതുമ നിറഞ്ഞ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പോകരുത്. അവർ ചെയ്യുന്ന പ്രവർത്തി ചെയ്തോടെ. കാരണം പുതുമ നിറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊന്നും പോകുന്നില്ല, നമ്മുടെ സമയം വേസ്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ പുതുമ നിറഞ്ഞ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് അത് ശ്രമിച്ചു നോക്കാനായിട്ട് മാനേജേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ന്യൂ ഐഡിയാസ് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ മനോഭാവമുള്ള എംപ്ലോയീസിനെ കണ്ടെത്തും. ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, അവര് ഓപ്പൺ മൈൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ആ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഡോഗ്മാറ്റിസം എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസും ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസും ഏതൊരു സ്ഥാപനത്തിലും ഉണ്ട്. ഓക്കെ, ക്ലോസ് മൈൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പുതിയ പുതുമ നിറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഏൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം പുതിയ ഐഡിയാസ് ഒക്കെ ചിലപ്പോൾ ശ്രമിച്ചു നോക്കിയാൽ വിജയിച്ചെന്ന് വരും, ചിലപ്പോൾ ശ്രമിച്ചു നോക്കിയാൽ ചിലപ്പോൾ പാളിപ്പോയിന്നും വരും. സോ അപ്പൊ അവരെന്താ പറയാ, ഇപ്പൊ പൊതുവെ നിറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് ശരിയാണ് അല്ലെ, അങ്ങനെയായിരിക്കും. ഒരു ചീറ്റിംഗ് ഒരു മനോഭാവമായിരിക്കും അല്ലെ, ഒരു കളിയാക്കാൻ മനോഭാവമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അവരവരുടെ അല്ലെ ഒരു ക്ലോസ് മൈൻഡ് ആണ്, അവർ ആ രീതി ചെയ്തു പോകുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്തു പോകട്ടെ. ഓപ്പൺ മൈൻഡ് ഉള്ള എംപ്ലോയീസിനെ കൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാം. എനിവേ അത് അവര് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലേ? ഇപ്പൊ അതോറിറ്റേറിയനിസം എന്താണ്, ഡോഗ്മാറ്റിസം എന്താണെന്നും ഒക്കെയാണ് അല്ലെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിസ്ക് പ്രൊപ്പൻസിറ്റിയാണ്. വായിച്ചു നോക്കേണ്ടതും നോട്ട് ചെയ്യേണ്ടതും ഞാൻ ഓരോ പോയിന്റ്സും പറയുമ്പോഴും അതിന് സമയം തരുന്നത് നിങ്ങൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാട്ടോ. നോട്ട് ചെയ്യാം. അതോറിറ്റേറിയനിസം, ഡോഗ്മാറ്റിസം. ക്ലിയർ അല്ലേ? ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഏത് തരത്തിലുള്ള എംപ്ലോയീസ് ആണ് അല്ലെ എ മാനേജർ? A manager in the same circumstance who is a very receptive to hear about and trying out new ideas might be seen as more open minded or less dogmatic. ഞാൻ വീണ്ടും പറയുന്നുണ്ട്,
ഈ ഒരു എക്സാം കൂടി കൊടുത്തേക്കാം. The manager may unwilling to listen to new ideas for doing something more effectively. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും പുതിയ ഐഡിയാസ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഓപ്പൺ മൈൻഡ് ഉള്ളവരാണ് അല്ലെ. അത് അല്ലാത്തവരെ നമ്മൾക്ക് ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യത. അത് വയ്ക്കുക. ടു ബി പേഴ്സൺ ഹു ഈസ് ക്ലോസ് മൈൻഡ് ഓർ ഹൈലി ഡഗ്മാറ്റിക്. അത് അവരെന്താണ് അൺവില്ലിംഗ് ടു ലിസൺ. അവര് ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. മാനേജേഴ്സ് കൊണ്ടുവരുന്ന എന്തെങ്കിലും ഐഡിയാസ് അൺവില്ലിംഗ് ടു ലിസൺ. എങ്ങനെയുള്ളവരായിരിക്കും? ഹൈലി ഡോഗ്മാറ്റിക് ഉള്ള ക്ലോസ് മൈൻഡ് ഉള്ളവരായിരിക്കും അല്ലെ. അവരുടെ സത്യങ്ങളാണ് ശരിയായ വസ്തുതകൾ എന്ന മനോഭാവം ഉള്ളവരായിരിക്കും. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ എങ്ങനെയുള്ളവരാണ് എന്നുള്ളൊരു ചോദ്യം അല്ലെ. ഹൈലി ഡോഗ്മാറ്റിക് നമുക്കറിയാം. ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഡാഷൻ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാൽ ചോദിക്കുള്ളൂ. നോട്ട് വെച്ചേക്കാം. മാനേജേഴ്സ് എന്തെങ്കിലും ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ അത് ലിസൺ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഓപ്പൺ മൈൻഡ് ആയിരിക്കും. അല്ലാത്തവർ എന്തായാലും ക്ലോസ് മൈൻഡ് ഉള്ളവരായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട് ചെയ്തോ? അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പോ നമുക്ക് ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഐഡിയാസ്. റിസ്ക് പ്രൊപ്പൻസിറ്റി, അതായത് റിസ്ക് ഏറ്റെടുക്കാൻ മനോഭാവം കാണിക്കുന്ന എംപ്ലോയീസ്. റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ. അതായത് ഒരു ഇതിലും ചിലപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് റിസ്കുകൾ ഏറ്റെടുക്കേണ്ടി വരും. ചിലപ്പോൾ ശരിയാവാൻ പറ്റാതെ വരും അല്ലെ. അപ്പൊ നോക്കുക, റിസ്ക് പ്രൊപ്പൻസിറ്റി ഈസ് ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് വില്ലിംഗ് ടു ടേക്ക് എ ചാൻസ് ആൻഡ് മേക്ക് റിസ്കി ഡിസിഷൻസ്. എന്താണ് അതൊക്കെ? മിക്കവാറും ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറിഞ്ഞൊന്നും ചോദിക്കില്ല. എന്താണ് ആ പോയിന്റ്സ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഡാഷ് ഇസ് ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ വില്ലിംഗ് ടു ടേക്ക് എ ചാൻസ് ആൻഡ് മേക്ക് റിസ്കി ഡിസിഷൻസ് അല്ലെ. റിസ്ക് പിടിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നവർ അല്ലേ. അത് ഏത് തരത്തിലുള്ള എംപ്ലോയീസ് ആയിരിക്കും? റിസ്ക് പ്രൊപ്പൻസിറ്റി ഉള്ളവർ അല്ലെ. റിസ്ക് ഏറ്റെടുക്കാനായിട്ട് താല്പര്യമുള്ളവർ മാത്രമാണ് പുതിയ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡിസിഷൻസ് ഒക്കെ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു രീതി അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു രീതി പുതിയ നിറഞ്ഞതിന് അല്ലെ നമുക്ക് സ്വീകരിക്കാം. ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. യെസ്, നമുക്ക് ശ്രമിക്കാം അല്ലെ. മാനേജേഴ്സ് അങ്ങനെ പറയുമ്പോൾ അതിന് ഓക്കെ ചെയ്യുന്ന എംപ്ലോയീസ്, റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യമുള്ള എംപ്ലോയീസ്, അവരെയാണ് റിസ്ക് പ്രൊപ്പൻസിറ്റി ഉള്ളവര് എന്ന് വിശേഷിപ്പിക്കുന്നത്. A manager with a high risk propensity might be accepted to experiment with new ideas and to lead the organization in a new directions. Okay, പുതിയ ഡയറക്ഷൻസ്, പുതിയ ഐഡിയാസിലേക്കൊക്കെ ലീഡ് ചെയ്യാനായിട്ട് തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയുള്ള എംപ്ലോയീസിനെ ആയിരിക്കും? മാനേജേഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ ഹൈ റിസ്ക് പ്രൊപ്പൻസിറ്റി ഉള്ള എംപ്ലോയീസിനെ ആയിരിക്കും. ഓക്കെ നമുക്ക് ശ്രമിക്കാം എന്ന് ഒരു സപ്പോർട്ട് പറയുന്ന എംപ്ലോയീസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും പുതിയ ഐഡിയാസ് ഒക്കെ കൊള്ളാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അവരെ ശ്രമിക്കുന്നത്. In contrast, a manager with a low risk propensity may result in a strike and overly conservative organization. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ചെറിയ റിസ്ക് ഒന്നും എടുക്കാനായിട്ടുള്ള മനോഭാവം കാണിക്കാത്ത എംപ്ലോയീസ് അവര് വളരെ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല അല്ലെ. പുതിയ ഐഡിയാസ് ഒന്നും ഏൽപ്പിക്കാനായിട്ട് മാനേജേഴ്സും ശ്രമിക്കില്ല. കാരണം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് റിസ്ക് പ്രൊപ്പൻസിറ്റി. റിസ്ക് ഏറ്റെടുക്കാൻ കഴിവുള്ള എംപ്ലോയീസ്, ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ റിസ്ക് സ്വീകരിക്കാൻ ഓക്കെയുള്ള എംപ്ലോയീസ്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകാലോ. മാച്ചിയവേലിയനിസം. എന്താണ് മാച്ചിയവേലിയനിസം എന്ന് പറയുന്നത്? അതായത് ചില എംപ്ലോയീസ് അങ്ങോട്ടും തിരിയും ഇങ്ങോട്ടും തിരിയും അല്ലെ. അങ്ങനത്തെ ഒരു നേച്ചറുള്ള എംപ്ലോയീസ് ഒക്കെ അല്ലെ. നമ്മൾ വലിയ കമ്പനികളിലും ഫേമുകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ചില എംപ്ലോയീസിനെയും മാനേജ്മെന്റിനൊക്കെ ആവശ്യമാണ്. ചില സമയങ്ങളിൽ അങ്ങോട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കും, ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയുള്ള എംപ്ലോയീസ്. അപ്പൊ വലിയ അല്ലെ ഒരുപാട് ഹ്യൂമൻ ബീയിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് തർക്കങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ. അപ്പൊ ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില എംപ്ലോയിനെ ഏൽപ്പിച്ചാലാണ് സാധ്യമാകുള്ളൂ.
ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഒരു നേച്ചറുള്ള എംപ്ലോയീസ് ആണ് മാച്ചിയബിലിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെ? നോക്കാം, മാച്ചിയബിലിറ്റീസ് മാനിപ്പുലേഷൻ ഓർ influencing of other people as a primary way of achieving one's objective. ഓക്കെ, അതായത് എളുപ്പത്തിലല്ലേ പ്രാഥമികമായിട്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പ്രചോദിപ്പിക്കാനൊക്കെ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെ, മറ്റുള്ളവരൊക്കെ ചിലപ്പോ ആണെങ്കിൽ ബോധപൂർവ്വം തെറ്റ് ശരി മനസ്സിലാക്കി തന്നെയാണെങ്കിലും അവരൊന്ന് പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവും, അങ്ങനെ ശരിയാവും അല്ലെ, അങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ കഴിവുള്ള എംപ്ലോയീസ് ആണ്. സോ അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് എന്തെന്ന് പറയുന്നത് മാച്ചിയബിലിറ്റിസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് അതിൻ്റെതായിട്ടുള്ള കഴിവും കാര്യങ്ങളും വേണം അല്ലെ, പറഞ്ഞ് പഠിപ്പിക്കാനോ അല്ലെ, സൗന്ദര്യത്തിലും അവിടെ ചാക്കിലിടാനൊക്കെ ആയിട്ടുള്ള പ്രത്യേക കഴിവുണ്ടാവും അല്ലെ, വേണ്ടേ? ഓക്കെ, അപ്പൊ കൃത്രിമത്വം കാണിച്ചിട്ടാണെങ്കിലും അവരെ പറഞ്ഞ് വിജയിപ്പിച്ചു അല്ലെ, അതാണ് മാനിപ്പുലേറ്റിംഗ് അല്ലെ. മാച്ചിയബിലിറ്റിസം മാനിപ്പുലേഷൻ ഓർ influencing of other people as a primary way for achieving one's objectives. എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി. അപ്പൊ ഒരു സ്ഥാപനം ആവുമ്പോൾ നമ്മൾ ചിലപ്പോ പരസ്പരം തല്ലുപിടുത്തമൊന്നും ഇല്ലാതെ എന്തെങ്കിലും തർക്കങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഷിഫ്റ്റുകളിലൊക്കെ ചിലപ്പോ വേരിയേഷൻസ് ഒക്കെ വരും അല്ലെ. നിങ്ങൾ ഈ ഷിഫ്റ്റ് ഉപകാരപ്രദമാണ്. ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റെടുക്കാത്ത എംപ്ലോയി ആയിരിക്കും ഉണ്ടാവും, നമ്മള് അല്ലെ എന്തെങ്കിലും ലീവും കാര്യങ്ങളൊക്കെ വന്നപ്പോ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടിവാശി പിടിച്ച എംപ്ലോയി ഒക്കെ ആയിരിക്കും. സോ അവർക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ചിലപ്പോ അവരെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും ഡ്യൂട്ടിയിലേക്ക് ഇടാനായിട്ട്. സോ ഇങ്ങനെയുള്ള എംപ്ലോയീസിനെ കേൾപ്പിക്കും അല്ലെ, ഇങ്ങനെയുള്ള എംപ്ലോയീസിനെ കേൾപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞ് അതൊന്ന് ശരിയാക്കി എടുക്കണം. ഓക്കെ, അതാണ് നമ്മളുടെ ഡ്യൂട്ടിക്ക് യാതൊരു തരത്തിലുള്ള തടസ്സമൊന്നും ഉണ്ടാക്കരുത്. സോ അങ്ങനെയുള്ള എംപ്ലോയീസിനെയും കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ആവശ്യം തന്നെയാണ്. Okay, but an individual tends to be matchable if he tends to be cool, logical in assessing the system around them, willing to twist and turn fact into influence others, and try to gain control of the people, events, and the situation by manipulating the system to his advantage. അതായത് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൃത്രിമത്വം കാണിച്ച് അല്ലെ എന്തെങ്കിലും സംഭവങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇടയിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അല്ലെ അങ്ങോട്ട് ട്വിസ്റ്റ് അല്ലെ വളച്ചൊടിച്ചു ട്വിസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. അതായത് എന്താണോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതിലേക്ക് കൊണ്ടുവന്നെത്താനായിട്ട് അല്ലെങ്കിൽ കൂളായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിച്ച് ആ ഒരു നല്ല ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന എംപ്ലോയീസ്, അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് മാച്ചിയബിലിറ്റീസ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. മാച്ച് ആവുക അല്ലെ, അങ്ങോട്ടും തിരിയാൻ ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്ന ഒരു എംപ്ലോയീസ്, ഒന്നും ആരെയും വെറുപ്പിക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റിച്ചു. ഓക്കെ, നമുക്കറിയാം ഒരു ഹ്യൂമൻ ബീയിങ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാം അല്ലെ, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയറുകളായിട്ടുള്ള എംപ്ലോയീസ് ആണ് അവിടെ വർക്ക് ചെയ്തത് അല്ലെ, അവരെ നേച്ചറിലും ആറ്റിറ്റ്യൂഡിലും എല്ലാത്തിലും തന്നെ വ്യത്യസ്തതയുണ്ട്. സോ ഒരാൾക്ക് ചില എംപ്ലോയീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല, ചില ഡ്യൂട്ടികൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല, എവിടെയും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി തെറ്റാനായിട്ട് പറ്റിയ എംപ്ലോയീസ് അത് കണ്ടെത്തുന്നത് മാനേജ്മെന്റിന് ഈ ഒരു രീതിയിലേക്ക് അങ്ങനെയുള്ള കഴിവുള്ളവരെ മനസ്സിലാക്കിയിട്ടാണ് കണ്ടെത്തുന്നത്. എന്താണ് മാച്ചിയബിലിറ്റിസം എന്നൊക്കെയാണോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? മാച്ചിയബിലിറ്റിസം manipulating എന്താ പറയുന്നത് or influencing of other people as the primary way of achieving one's objective. Okay, ഹിസ്റ്ററി ചെയ്യാനായിട്ട് കഴിവുള്ളവർ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവർ, അവരുടെ കൺട്രോളിംഗ് പവർ നല്ല രീതിയിൽ തന്നെ നേടിയെടുക്കാൻ കഴിവുള്ളവർ. ഓക്കെ, എന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ചെയ്യുന്നത് ചിലപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കൃത്രിമത്വം കാണിച്ചുകൊണ്ടായിരിക്കും, പക്ഷെ അവിടെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും പറ്റുന്ന തരത്തിലുമായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? പുതിയ കുടുംബം നിറഞ്ഞ കുറെ എംപ്ലോയീസിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. വലിയ ഓർഗനൈസേഷൻ അവരുടെ ഹോസ്പിറ്റലാണ് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിലേക്ക് നമുക്കറിയാം അവിടെയെല്ലാം
പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. റിസ്ക് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഓർഗനൈസേഷന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഹോസ്പിറ്റലിന് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ എംപ്ലോയീസിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഓരോ കാര്യങ്ങളൊക്കെ മേൽനോട്ട ചുമതലയും അല്ലെങ്കിൽ മധ്യസ്ഥരായിട്ട് കൊണ്ടുനടക്കാനും അല്ലെങ്കിൽ എന്താ റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനും അല്ലെ എല്ലാത്തിനുമുള്ള എംപ്ലോയീസ് ഏതാന്ന് കണ്ടെത്തി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യം. ഓക്കെ, എങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷൻ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. എന്താണ് ടൈപ്പ് എ ആൻഡ് ബി പേഴ്സണാലിറ്റീസ്? ഓക്കെ, നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ അല്ലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോഴും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം വെച്ചുകൊണ്ടല്ല വാല്യൂ ചെയ്യുന്നത്. പല പല കാര്യങ്ങളുണ്ടല്ലേ. ചിലർക്ക് എന്താ നമ്മുടെ അക്കാദമിക് നോക്കി കഴിയുമ്പോൾ വലിയ മാർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അതിനേക്കാൾ ഉപരി പല വ്യക്തിത്വ ഗുണങ്ങളുണ്ടാവും. മറ്റുള്ളവരെ അല്ലെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടും പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാനായിട്ടും അങ്ങനെ പല പല ഗുണങ്ങളുള്ള എംപ്ലോയീസ് ഒക്കെ. സോ അവരൊക്കെ മനസ്സിലാക്കി തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം തീരുമാനങ്ങളൊക്കെ ഡിസിഷനൊക്കെ എടുക്കേണ്ട പവറാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ചുമതലപ്പെടുത്താനായിട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ടൈപ്പ് എ ആൻഡ് ബി പേഴ്സണാലിറ്റീസ്. എന്താണ് ടൈപ്പ് എ ബി എന്നൊക്കെ പറയുന്ന വ്യക്തിത്വങ്ങൾ നോക്കാം. ടൈപ്പ് എ പേഴ്സൺ ഫീൽ എ ക്രോണിക് സെൻസ് ഓഫ് ടൈം urgency and highly achievement oriented, exhibits a competitive drive and they are impatient when their work is delayed for any reason. അതായത് ടൈപ്പ് എ കാറ്റഗറിയിലുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇന്ന സമയത്തിനുള്ള ഇത്രയും വർക്ക് ചെയ്യാം, ഇത്രയും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ബോസ് പറഞ്ഞിരിക്കുന്ന ഓർഡർ അതാണ്. ഓക്കെ, ഇപ്പൊ ടൈപ്പ് എയിലുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും അവര് ആ ടൈമിനുള്ളിൽ അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യും. ആ കാറ്റഗറിയിലുള്ള എംപ്ലോയീസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അതായത് ഒരു ടൈം അവിടെ അലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഡ്യൂട്ടി പെർഫോമൻസ് അത് കൃത്യമായിട്ട് നിർവഹിച്ചു പോകാനായിട്ട് ശ്രമിക്കുന്ന എംപ്ലോയീസ് ആണ് ടൈപ്പ് എ കാറ്റഗറിയിലുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പൊ ടൈപ്പ് ബി എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കും അല്ലെ. ടൈപ്പ് ബി പേഴ്സൺസ് ആർ ഈസി ഗോയിങ് ഇൻഡിവിജ്വൽ ഹു ഡു നോട്ട് സെൻസ് ദ ടൈം urgency. അവർക്ക് ടൈമിനുള്ളിൽ തീർക്കണമെന്നുള്ള മനോഭാവമൊന്നുമില്ല. ആൻഡ് ഹു ഡു നോട്ട് എക്സ്പീരിയൻസ് ദ കോമ്പറ്റീറ്റീവ് ഡ്രൈവ്. അവർക്ക് മത്സരാധിഷ്ഠിതമായിട്ട് പണി തീർക്കണമെന്ന് ഒരു നിർബന്ധമില്ലാത്തവരാണ്. അവരിങ്ങനെ ടാർഗറ്റ് ആ ടൈപ്പില് ചെയ്ത് അല്ലേ എന്നുള്ള ഒരു മനോഭാവമുള്ള എംപ്ലോയീസ്. സോ നമുക്കറിയാം നമ്മളെ ഡ്യൂട്ടികളൊക്കെ എംപ്ലോയീസിനൊക്കെ ഏൽപ്പിക്കുമ്പോൾ ചിലര് ഇത്ര ടൈമിനുള്ളിൽ അല്ലെങ്കിൽ സൂപ്പർവൈസർ വന്നേക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മുമ്പ് തീർക്കണം എന്ന് വാശി പിടിക്കുന്ന എംപ്ലോയീസ് ആയിരിക്കും. ചിലർക്ക് അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അല്ലെ വാശിയൊന്നും ഇല്ലാത്ത എംപ്ലോയീസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ആ ടൈപ്പ് എ ഇൻഡിവിജ്വൽസ് ആർ സിഗ്നിഫിക്കന്റ്ലി മോർ പ്രോൺ ടു ഹേർട്ട് അറ്റാക്സ് ദാൻ ടൈപ്പ് ബി ഇൻഡിവിജ്വൽസ്. എന്താണ് ഇവിടെ ഹാർട്ട് അറ്റാക്കിന്റെ കാര്യമൊക്കെ പറയുന്നത്? അതായത് അവര് ടൈപ്പ് എയിലുള്ളവര് എപ്പോഴും എന്താ പറയാ ഭയങ്കര റിസ്ക് പിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് വാശി പിടിച്ചിട്ട് അല്ലെ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഇപ്പൊ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ പ്രഷർ കൂടുതലാണ് അല്ലെ. ടൈമിനുള്ളിൽ തീർക്കണം എന്നുള്ള പ്രഷർ കൂടുതൽ ഉള്ള എംപ്ലോയീസ് ആണ്. ടൈപ്പ് പീപ്പിൾ ഹാവ് ദ ഓർഗനൈസേഷൻ ടു മൂവ് ahead in a relatively short period of time. They may also suffer health problems which might be harmful to both themselves and the organization in long run. Okay, അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ലതാണ്. നമ്മളിപ്പോ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ടൈപ്പ് എയിലെ പീപ്പിൾസ് ആണ് ഏറ്റവും ബെറ്റർ. കാരണം അവര് ടൈമിനുള്ളിൽ എങ്ങനെയെങ്കിലും തീർക്കും എന്നുള്ളൊരു മനോഭാവമാണ്. പക്ഷെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഏതൊരു പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ലോങ് ലീവ് ഒക്കെ എടുത്തുകൊണ്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്കറിയാം അവർ അലസരാണല്ലോ എന്നുള്ള മനോഭാവം ഉണ്ട്. പക്ഷെ അവർക്കൊരു കൺട്രോളിംഗ് പവർ ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള മനോഭാവമുണ്ട്.
അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തേ പറ്റും, ഇത് മസ്റ്റ് ആണ്, പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവർക്ക് വലിയ ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും വരാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. ഭയങ്കര അല്ലെ ഇൻഫ്ലുവൻസും പേടിയും ഒന്നും ഇല്ലാത്തവരാണ്. സോ മറ്റേ സംബന്ധിച്ച് ടൈപ്പ് എ കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം ഇവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള എംപ്ലോയീസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്, അലസരായിട്ട് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്. അലസരായിട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് വലിയ വലിയ ലീവുകളും കാര്യങ്ങളൊന്നും വരില്ല. കാരണം അവർക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. അതേസമയം നല്ല ടെൻഷനും അല്ലെ എത്ര ടൈമുകളിൽ തീർത്തില്ല എങ്കിൽ ഭയങ്കര ടെൻഷൻ ഇരിക്കുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ട്. സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വയ്യായികൾ വരാനായിട്ടുള്ള സാധ്യതയും. സോ അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും മാനേജ്മെന്റ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. ചിലപ്പോൾ ഈ പറഞ്ഞ കേരള കൈകാര്യം ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഒരു കൺട്രോളിംഗ് പവർ കൊണ്ടുവരാം. നന്നായിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും അവർക്ക് അവൈലബിൾ ആണ്. സോ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ മോചനം നേടാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇൻ കേസ് ചോദ്യം വരെയാണ് ആർക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാനായിട്ട് ചാൻസ് ഉള്ള എംപ്ലോയീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്, ഏത് എംപ്ലോയീസിനാണ് നിങ്ങള് ചോദ്യം വന്നിരിക്കുകയാണ് എന്താണ് അറ്റാക്കിന്റെ കാര്യം? അങ്ങനെയൊന്നും വിചാരിച്ചതില്ല, ഡൗട്ട് അടിക്കുകയൊന്നും ചെയ്യരുതില്ല. കാരണം നമ്മൾ പഠിച്ചു പോയ പോർഷനിലുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. നന്നായിട്ട് അല്ലെ ടൈപ്പ് എ കാറ്റഗറിയിലുള്ള എംപ്ലോയീസ് ആണ്. കാരണം അവർക്ക് സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളൊരു മനോഭാവമുള്ള എംപ്ലോയീസ് ആണ്. ഓക്കെ ടൈപ്പ് ബി യിലുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് അത്രയും സ്ട്രെസ് ഒന്നും വരുന്നില്ല അല്ലെ. ടൈപ്പ് ബി പേഴ്സൺസ് ആർ ഈസി ഗോയിങ് who do not sense the time urgency. അവർക്ക് ടൈം അർജൻസി ഇല്ല. ഓക്കെ അല്ലേ? ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ഓക്കെ ക്ലിയർ അല്ലേ? നമ്മൾ ചെറിയ ചെറിയ പോയിന്റ്സുകൾ നമ്മൾ നോട്ട് ചെയ്യാൻ സമയം തരാതെ തന്നെ പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് 3-4 പോയിന്റ്സുകളൊന്നും ജസ്റ്റ് നോക്കി എന്തെങ്കിലൊക്കെ നോട്ട് ചെയ്തിരിക്കാൻ വേണ്ടി ചെയ്യാം. ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു പോയിന്റും കൂടി ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റും കൂടി ഉള്ളൂ. പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ എംപ്ലോയീസിനെ കണ്ടെത്തുമ്പോൾ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാലോ. വർക്ക് എത്തിക് ഓറിയന്റേഷൻ. വർക്ക് എത്തിക് ഓറിയന്റേഷൻ അത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എ കാറ്റഗറി ബി കാറ്റഗറി പോലെ തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ്. Because some individuals are highly work oriented while others try to do the minimum that is requested to get by without being fired on the job.
ഓക്കെ, ഇവിടെ നോക്കാം എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്. ഹൈലി വർക്ക് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജോലിയിൽ കൂടുതൽ അമിതമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അല്ലെ, മറ്റു കാര്യങ്ങളിലേക്ക് അവർക്ക് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയുമില്ല. എപ്പോഴും ഡ്യൂട്ടി അല്ലെ, എന്താ പറയാ, ചില എംപ്ലോയീസിനെ കണ്ടു കഴിഞ്ഞാൽ വരിക, ഡ്യൂട്ടി ചെയ്യുക അല്ലെ, അതിനപ്പുറം യാതൊരു റിലാക്സേഷനും ആഗ്രഹിക്കാത്ത ചില എംപ്ലോയീസ്. ഓക്കെ, അങ്ങനെയുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഹൈലി വർക്ക് എത്തിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നോക്കാം, എക്സ്ട്രീംലി വർക്ക് എത്തിക് ഓറിയന്റേഷൻ പേഴ്സൺസ് ഗ്രേറ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ജോബ്. അവര് ഏറ്റവും കൂടുതൽ ജോലിയിൽ തന്നെ ഇൻവോൾവ്മെന്റ് ആണ്. എപ്പോഴും ജോലി അല്ലെ, ജോലി മാത്രമാണ് മൈൻഡില്. ഫ്രീ ആയിട്ടുള്ള സമയത്തും ജോലിയെ കുറിച്ചിട്ട് തന്നെ അല്ലെ. ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ പോലും അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വർക്കിൽ തരും. ചിലരങ്ങനെയല്ല, ചില എംപ്ലോയീസ് എന്താണ് അല്ലെ, കുറച്ചും കൂടി കൂടുതൽ നേരം കിട്ടിയാൽ അത്രയും റിലാക്സ് ചെയ്യാൻ ആഗ്രഹമുള്ള എംപ്ലോയീസ്. ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം, എപ്പോഴും വർക്ക് മാത്രം കൈകാര്യം ചെയ്ത് പോകുന്ന എംപ്ലോയീസും ഉണ്ടാവും. എന്നാൽ കുറച്ച് സമയം കിട്ടുന്ന സമയമൊക്കെ റിലാക്സ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എംപ്ലോയീസ്. Okay, extreme work ethic values could lead to traits of workaholism when work becomes to be considered as the only primary motive for living with very little outside insights. എന്താണ് വർക്കഹോളിസം എന്ന് പറഞ്ഞാൽ വർക്ക് മാത്രമാണ് അവരുടെ മൈൻഡിലുള്ളത്. അങ്ങനെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ് അവർ പറയാണ്, വിത്ത് വെരി ലിറ്റിൽ ഔട്ട്സൈഡ് ഇൻട്രസ്റ്റ്. മറ്റു ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് അതൊന്നും ഇല്ല അല്ലെ, അതിലേക്ക് പെടാൻ ആഗ്രഹമില്ലാത്ത എംപ്ലോയീസ് ആണ്. അവര് മോസ്റ്റ്ലി വർക്കുമായി ബന്ധപ്പെട്ട മാത്രം അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അല്ലെ. ചില ബുദ്ധിജീവികൾ, ചില സയന്റിസ്റ്റുകൾക്കൊക്കെ നമുക്കറിയാം അതിനോടൊരു ആവശ്യമാണ് അല്ലെ, അതിന് മാത്രം ഇൻവോൾവ് ചെയ്ത് മാത്രമാണ് അവർ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടെത്തുന്നത്. സോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ, ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും നോക്കുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഏതൊരു വർക്കിൽ മാത്രം വ്യാപൃതമാക്കുന്നതിനെ സംബന്ധിച്ച് ഗുണമാണ്. ശരിയല്ലേ? ഗുണമല്ലേ? ആണോ? ഏതൊരു വർക്ക് ചെയ്യുമ്പോൾ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. Dedicated worker turning to work can sometimes become a valuable alternative to facing non-work related problems. Okay, alternative അവർക്ക് നമുക്കറിയാം ഈ പറഞ്ഞ മാത്രമേ തന്നെ അല്ലെ അവിടെ ആവശ്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. So a highly level of work ethic orientation of members is good for the organization to achieve its goal. ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഹൈലി വർക്ക് എത്തിക് ഓറിയന്റേഷൻ ഉള്ള എംപ്ലോയീസ് ആവശ്യമാണ്. കാരണം അവരെപ്പോഴും വർക്കിൽ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്ത് തന്നെ മുന്നേറുന്നതാണ്. Too much workaholism which might lead to untimely burnout and health problems is dysfunctional for both organization and the quality members. ഓക്കെ, അതുപോലെ തന്നെ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവര് ഒക്കെയാണ് ശരിയാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ആവശ്യമാണ്. പക്ഷെ ഇത്രയും കൂടുതൽ വർക്കിനോട് ആത്മാർത്ഥതയും വർക്കിനോട് മാത്രം നമ്മൾ കൂടുതൽ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ വിച്ച് മൈറ്റ് ലീഡ് ടു അൺടൈംലി ബേൺഔട്ട്. ചിലപ്പോൾ പെട്ടെന്ന് അല്ലെ അവരെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അവര് തന്നെയാണ് അല്ലെ, വേറൊരു റിലാക്സേഷനും ഇല്ല, വേറൊരു ആഗ്രഹങ്ങളും ഇല്ലാതെയാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു വലിയ നഷ്ടവുമാണ്. അപ്പൊ വർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്? അവരെ അല്ലെ ഇടയ്ക്കെങ്കിലും ഒരു റിലാക്സേഷൻ, ഒരു ട്രിപ്പ് ഒക്കെ കൊണ്ടുപോയി നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവരൊരു എൻജോയ്മെന്റിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. വേണ്ടേ? വർക്ക് തന്നെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഈ പറഞ്ഞ മാതിരി ഹെൽത്ത് ഇഷ്യൂസുകളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. സോ എംപ്ലോയീസിനെ മനസ്സിലാക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ കുറച്ച് പാർട്ടീസിന് മാത്രമായിട്ട് നമ്മുടെ ട്രിപ്പും ട്രിപ്പൊന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാനൊന്നും സാധിക്കില്ല അല്ലെ. പക്ഷെ മനസ്സിലാക്കണം, ഉടമ മനസ്സിലാക്കണം, അല്ലെങ്കിൽ മാനേജ്മെന്റ് മനസ്സിലാക്കണം. ഇങ്ങനെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് റിലാക്സേഷൻ ഇല്ല എങ്കിൽ എന്തെങ്കിലും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവില്ല. സോ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ വർക്ക് എ, വർക്ക് ബി കാറ്റഗറിയിലുള്ള എംപ്ലോയീസിനെ പോലെ തന്നെയാണ് വർക്ക് എത്തിക് ഓറിയന്റേഷൻ ഉള്ള എംപ്ലോയീസും. അതായത് അവര് ഫുൾ ടൈം എന്താണ് ഇതിൽ തന്നെയാണ്, വർക്കിൽ തന്നെയാണ്
അവർക്ക് ഇങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ക്ലിയറല്ലേ? ഇപ്പൊ വർക്കഹോളിസം ഉള്ള എംപ്ലോയീസ് എങ്ങനെയുള്ളവരായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. വർക്കഹോളിസം ഉള്ള എംപ്ലോയീസ് considered as the only primary motive for living with a very rigid outside interest. അല്ലെ, അവർ എപ്പോഴും അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, വർക്കിൽ തന്നെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്വഭാവ രീതിയായിരിക്കും. ഹെഡിങ്ങുകൾ നോക്കി വയ്ക്കാം. വർക്ക് എത്തിക് ഓറിയന്റേഷൻ. വർക്ക് എത്തിക് ഓറിയന്റേഷൻ ഓരോ ഹെഡിങ്സും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതിനുള്ള പോയിന്റ്സ് ഇത് തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പോയിന്റ്സുകളെല്ലാം കവർ ചെയ്തു. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.